അസ്സലാമലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ, അൽഹംദുലില്ലാ. അപ്പം എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു പഴയൊരു വീഡിയോ ആണ് കേട്ടോ, ഞാൻ എടുത്തു വെച്ചതായിരുന്നു. അത് ഇതുവരെ ഇട്ടിട്ടില്ല. ഇത് എവിടെയൊരു സ്ഥലം ബുറൈദയാണ് കേട്ടോ, നമ്മുടെ സൗദി അറേബ്യയിൽ റിയാദിൻ്റെ ഒരു ഭാഗമായ ബുറൈദയിലാണ് കേട്ടോ. അപ്പോൾ അവിടേക്ക് ഞങ്ങൾ ഒരു വിരുന്ന് പോയതാണ് കേട്ടോ. അവിടെ ഇക്കയുടെ ഫ്രണ്ട്സുകളുണ്ട്, അപ്പോൾ അവരുടെയൊക്കെ ഫാമിലി അവിടെ ഉണ്ട്. അപ്പോൾ ഞങ്ങളങ്ങനെ അവിടേക്ക് പോയതാണ് കേട്ടോ, ഒരു ലീവ് കിട്ടിയപ്പോൾ. അപ്പോൾ അവിടെ പോയി അവർ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളങ്ങനെ സ്ഥലങ്ങൾ കാണാൻ വേണ്ടി ഇറങ്ങിയതാട്ടോ. അങ്ങനെ പോയി ഇതൊരു പഴയ ഒരു ബിൽഡിങ്ങും ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ അവിടെ കുറേ സംഭവങ്ങളുണ്ട്. ഈ പണ്ടത്തെ നമ്മുടെ ഇപ്പോഴത്തെ വെള്ളം കോരുന്ന സംഭവമൊക്കെ ഇല്ലേ, ചകട, അതൊക്കെ മരത്തിൻ്റെയാണ് കേട്ടോ. പിന്നെ അങ്ങനെ വെള്ളം കുതിര കൊണ്ട് തീകി നനയ്ക്കണതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അത് അന്ന് ഞങ്ങൾ പോയ സമയത്ത് അവിടെ ഇല്ല, എന്തോ മഴ പെയ്തിട്ട് നടക്കാൻ പറ്റില്ല അത്ര കുതിരയ്ക്ക്. അതുകൊണ്ട് പിന്നെ അവിടെ നല്ല ചായയും അങ്ങനെ ഈത്തപ്പഴം അങ്ങനെയൊക്കെ കഴിക്കാനൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ അവിടെ കാണാൻ കുറേ സ്ഥലങ്ങളുണ്ട്. കുറേ സ്ഥലം പറഞ്ഞാൽ ഒരു വീട് തന്നെയാണ് കേട്ടോ. അവിടെ പണ്ടത്തെ വിളക്കും പിന്നെ പണ്ടത്തെ സാധനങ്ങൾ, അത് ഫുള്ളും റൂമുകളാണ്. ഇപ്പോൾ ഒരു വീടാണ്, അതിൽ കുറേ റൂമുകൾ. അപ്പം അതെല്ലാം ഒന്ന് കാണാൻ പോയി. നമുക്കറിയില്ലല്ലോ പണ്ടത്തെ എങ്ങനെയൊക്കെയാണ് എന്താണെന്നുള്ളത്. ഇതെല്ലാം പിന്നെ ഈ ഓല കൊണ്ടും മണ്ണ് കൊണ്ട് മരം കൊണ്ട് ഒക്കെ ഉള്ള ഇതാണ് കേട്ടോ. ഇത് നെല്ലറയാണ് അത്ര കേട്ടോ, നെല്ല് വേവാനൊക്കെ വെക്കില്ലേ, അങ്ങനത്തെയാണ്. അപ്പോൾ അതൊക്കെ കണ്ട് പിന്നെ അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. കൊട്ട അങ്ങനെയുള്ളൊരു, പക്ഷെ ഞാൻ വീഡിയോ ഫുൾ വീഡിയോ ആയിട്ട് എടുത്തില്ല, അതാണ് പറ്റിയത് കേട്ടോ. അങ്ങനെ അതുകൊണ്ട് എല്ലാ സാധനങ്ങളും ഉണ്ട്. ക്ലിയർ ആണോയെന്ന് എനിക്കറിയില്ല. അതിന് കുട്ടികളൊക്കെ വണ്ടിയിലല്ലേ, ഗ്രൂപ്പായിട്ട് വിളിക്കുന്ന ചെമ്പുകളൊക്കെ കണ്ടില്ലേ, എല്ലാം പണ്ടത്തെ അങ്ങനെ തന്നെ എടുത്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ മേലേക്കും ഉണ്ട് കേട്ടോ. നമുക്ക് തോന്നും മുകളത്തെ മണ്ണിൻ്റെ ചുമരൊക്കെ കണ്ടു കഴിഞ്ഞാൽ മേലേക്ക് ഉണ്ടാവില്ല എന്ന്, പക്ഷേ മേലേക്കും ഉണ്ട്. ഇതൊക്കെ കൊട്ടകളാ, മറ്റേ ഓലൻ്റെ കൊട്ടല്ലേ അത്. ഒക്കെ കാണാൻ പണ്ടത്തെയൊക്കെ നമുക്ക് ഇപ്പോൾ കാണാൻ പറ്റുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമല്ലേ അല്ലേ? പഠിച്ചതിൻ്റെ ഒരു അനുഗ്രഹം. ഞാനൊന്നും ഒട്ടും പ്രതീക്ഷിച്ചതല്ല ഇതൊന്നും ഇങ്ങനെയൊന്നും കാണാൻ പറ്റും, ഇവിടെയൊക്കെ പോകാൻ പറ്റും എന്നുള്ളത്. എൻ്റെ സ്വപ്നത്തിലേ ഉണ്ടായിരുന്നൊരു കാര്യമല്ല. പക്ഷെ പഠിച്ചവൻ, അതാണ് നമ്മൾ പ്രതീക്ഷിക്കാത്തതാണ് നടക്കുക എന്തും. അപ്പം അങ്ങനെ അവിടെയൊക്കെ പോയി അതെല്ലാം കണ്ട് അൽഹംദുലില്ലാ. തീർന്നിട്ടില്ല കേട്ടോ, മുകളിലും ഉണ്ട് അതേപോലെ റൂമുകൾ കേട്ടോ. ഒക്കെ ഒരു റൂമുകളാണ്. അതൊക്കെ ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തിട്ട് അവിടെ അങ്ങനെ ആളുകൾക്ക് കാണാൻ വേണ്ടിയിട്ടേ വെച്ചത് തന്നെ ഒരു വലിയ കാര്യമാണ്. അതേപോലെ നിസ്കരിക്കാനുള്ള ഇടമുണ്ട്, ഒന്നും എടുക്കാനും എല്ലാം സൗകര്യമുണ്ട്. അത് പിന്നെ എന്തായാലും സൗദി അറേബ്യ നല്ല ഗൾഫിൽ എല്ലായിടത്തും അങ്ങനെ ഉണ്ടാവുമല്ലോ. ഒരു ഭാഗം ഒരു പള്ളി തൊട്ടടുത്ത് തന്നെ ഉണ്ട് കേട്ടോ നിസ്കരിക്കാൻ വേണ്ടിയിട്ട്. ഇത് അതിൻ്റെ മേലെയാണ് കേട്ടോ, ഏറ്റവും ടോപ്പിൽ കയറിയതാണ്. അവിടെ നിന്ന് കഴിഞ്ഞാൽ പുറത്തൊക്കെ എല്ലാ ഭാഗങ്ങളും കാണാൻ പറ്റും. കണ്ടോ, ഫുള്ളും അങ്ങനെ മണ്ണിൻ്റെ ചുമരുകളും മണ്ണിൻ്റെ വീടുമാണ്. അതിലെല്ലാം ലൈറ്റും വെച്ചിട്ടുണ്ട്.
പണ്ടത്തെ ഈ തൂക്കണ വിളക്കില്ലേ, അതൊക്കെയാണ് അവിടെ വെച്ചിട്ടുള്ളത് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ബൾബ് ഇട്ട് കൊടുത്തിട്ട് കാണിച്ചു കൊടുത്തിരിക്കുക. കത്തണില്ല, ഒന്ന് ശരിയാക്ക്. അപ്പോൾ അതാണ് നിൻ്റെ പിന്നെ അതിൻ്റെ തൊട്ടപ്പുറം തന്നെ നമുക്ക് ഇരുന്നിട്ട് കോഫിയോ സ്നാക്സോ ഒക്കെ കഴിക്കാനുള്ള ഒരു സ്പേസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ മഴ പെയ്തിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് ചെയറിട്ട് വെച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ താഴത്തുനിന്ന് ഇരിക്കാൻ നല്ല സൗകര്യമുണ്ട്. പുല്ലിലൊക്കെ ഇങ്ങനെ ഇരിക്കാം. ഇനി ഞങ്ങൾ തിരിച്ച് വരാറായപ്പോഴേക്കും അങ്ങനെ പുല്ലിൽ വെള്ളമൊക്കെ പോയിട്ടോ. അപ്പോൾ താഴെ ഇരുന്നിട്ട് ഞങ്ങൾ സ്നാക്സൊക്കെ കഴിക്കണം. അതുകൊണ്ട് ഇക്ക അതൊക്കെ എടുത്ത് പൊങ്ങിച്ച് കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് അതാൻ്റെ മോനാണ് കേട്ടോ, ആ ചെറിയ പയ്യനുള്ളത്. ഇത് എന്തറിയോ, മല്ലിയില പുതിനയിലൊക്കെ അല്ലേ, അതൊക്കെയാണ് കേട്ടോ. കറിവേപ്പില അങ്ങനെ ചെടികൾ വെച്ചതാണ്. അപ്പോൾ ഇറങ്ങി അതിനെയൊക്കെ അതൊക്കെ കണ്ടു. അതിൻ്റെ കുറച്ചപ്പുറത്താണ് കേട്ടോ. ഒന്നിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഇത് നമ്മുടെ നാട്ടിലുണ്ടല്ലോ, നമ്മളെ പറമ്പിൽ എങ്ങനെ ഉണ്ടാക്കിയേക്കണു അല്ലേ? പപ്പായ, എല്ലാ ചെടികളും വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലുപരി നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ല അടുക്കും ചിട്ടയിലല്ലേ വെക്കണത്. ഇതൊക്കെ ഫുള്ള് ചെടി വെക്കാനുള്ളതും വെച്ചതുമായ സ്ഥലങ്ങളാണ് കേട്ടോ. ഞങ്ങളങ്ങനെ പോയി തിരിച്ച് വീടെത്തിട്ടോ. റൂമെത്തി ഞങ്ങൾ രാത്രിയിലത്തെ ഒക്കെ കഴിക്കണം. പത്തിരിയൊക്കെ ഉണ്ടാക്കിയതാണ് കേട്ടോ അവിടെ. പിന്നെ മറ്റേ ഫാമിലി വരുമ്പോൾ അവർ അവിടുത്തെ കറികളും ഒക്കെ എടുത്തിട്ട് വന്നു കേട്ടോ. ഇനി ഇവിടേക്കോ ഉള്ള പിന്നെ ആളുകളെ അവിടെ പോയിട്ട് നമുക്ക് കൂട്ടാവുക, എന്നിട്ടിങ്ങനെ എന്താ പറയുക, ഒരുമിച്ച് നടക്കാനും ഫുഡ് കഴിക്കാനും ഒക്കെ എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് വലിയ കാര്യം. കണ്ണനേരം കൽബിനുള്ളിൽ മോഹമോദിച്ച് കച്ചവടവും കഴിഞ്ഞ് അങ്ങനെ ഞങ്ങളുടെ പാട്ടൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇത് പിറ്റേ ദിവസം വൈകുന്നേരത്തെ വീഡിയോ ആണ് കേട്ടോ. പിന്നെ ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ ഒന്നും ഉച്ചവരെ എവിടെയും പോയില്ല, കിടന്നുറങ്ങി കേട്ടോ. കഴിഞ്ഞ് പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് ആ ഫുഡ് കഴിച്ചത് കേട്ടോ. പിന്നെ അതിൻ്റെ പിറ്റേ ദിവസമാണ് 3 ദിവസത്തെ വീഡിയോയും കൂടി ഞാൻ ഒന്നാക്കിയിട്ടുള്ളത് കേട്ടോ.
ഇത് അതിൻ്റെ പിറ്റേ ദിവസം അവിടെ ഒരു സൗദിയുടെ വീട്ടിൽ അവിടെ അങ്ങനെ പോയി നമുക്ക് അവിടെ പോയി ഫുഡ് കഴിക്കാം. അവിടെ കറങ്ങി സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് അവിടുത്തെ ചാവി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അവിടെ പോയിട്ട് നമുക്ക് ഫുഡും കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയതാട്ടോ. പിന്നെ ആ ഭാഗങ്ങളൊക്കെ ഞങ്ങൾ പോയി കണ്ട് ഇങ്ങനെ ഇവിടെ വന്ന് ഞങ്ങൾ ഫുഡ് കഴിച്ച് അവിടെ ഇല്ലേ അപ്പോൾ ഒന്ന് അവിടുത്തെ അയ്യോ റൂമുകളും കാര്യങ്ങളൊക്കെ കാണിച്ചതാണ് കേട്ടോ. ഇവിടുന്ന് ഞങ്ങൾ ഏകദേശം പുലർച്ചെ ആവാറായിട്ടാണ് പോയത് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ കുറച്ച് നേരം ഞങ്ങളവിടെ ഇരുന്നു. എന്താ വെച്ചാൽ 2-3 ദിവസത്തെ യാത്ര ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളങ്ങനെ ഉറങ്ങിയില്ല. എല്ലാവരും പാട്ടും കളിയും ഒക്കെ ആയിട്ട് കുറച്ച് ക്യാരം ബോർഡൊക്കെ കളിച്ച് അങ്ങനെ ഇരുന്നു. ഫുഡ് ഞങ്ങൾ വെച്ചിട്ട് അങ്ങോട്ട് കൊണ്ടുപോയിരിക്കുന്നു കേട്ടോ അന്നത്തെ ദിവസം. അപ്പോൾ അത് കുക്കർ തുറക്കാനുള്ള തന്ത്രപ്പാടിലാണ് കേട്ടോ. അതൊക്കെ തുറന്ന് അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. അതെ മാഷാ അല്ലാ മാഷാ അല്ലാ. അത് വെള്ളം ഇല്ലാതെയാണ് അത് ടെൻഷൻ അടിച്ചിട്ട് എത്ര നേരം ഇരുന്നു. ഇപ്പൊ എന്താവും ബിരിയാണി എന്താ മിക്സ് ആക്കിയിട്ട് പിന്നെ പാത്രത്തിലാക്കിയാൽ മതി കേട്ടോ. അല്ലേ പിന്നെ നമ്മൾ വേണമെങ്കിൽ ഇത് പൊട്ടിച്ച് കഴിഞ്ഞിട്ട് വേണം ഇതിന് പേരിടാൻ പറഞ്ഞിട്ട് ഇരുന്നത്. ചിലപ്പോൾ ലാസ്റ്റ് ഇത് വെള്ളധികമായ കപ്സ കഞ്ഞി എന്നൊക്കെ പറയാന്നൊക്കെ വിചാരിച്ചിരുന്ന. അപ്പോൾ അതൊക്കെ മിക്സ് ആക്കുകയാണ് കേട്ടോ. കുക്കർ ഞങ്ങൾ ഇവിടെ വന്നിട്ട് തുറന്നത്, അവിടെ നിന്നൊന്നും തുറന്നിട്ടുണ്ടായില്ല. അത് വെച്ച ആൾ തന്നെയാണ് ആ തുറന്ന് അത് ഇളക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. എനിക്കറിയില്ല കേട്ടോ കപ്സയൊന്നും ഉണ്ടാക്കാൻ. കപ്സല്ല ബൂത്താണ്. അത് ഇത്ര വേണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അതിലേക്ക് തന്നെ എടുത്ത് ഇടാൻ പറയണം. എന്താ വെച്ചാൽ ഒന്നിച്ചെടുത്തിട്ട് വെറുതെ കഴിച്ചില്ലെങ്കിൽ അത് വേസ്റ്റ് ആവില്ലേന്ന് പറഞ്ഞിട്ട്. എവിടേക്കൊക്കെ അങ്ങോട്ട് ഇരിക്കണം, ഇങ്ങോട്ട് ഇരിക്കും. ആ ഒഴിഞ്ഞു പോയിരിക്കണം. ഞാൻ കഴിയിട്ടില്ല. ഞങ്ങളെല്ലാവരും ഫുഡ് കഴിക്കാനൊക്കെ ഒരുങ്ങിയിരുന്നു കേട്ടോ. പിന്നെ അപ്പോൾ എടുത്തിട്ടത് എങ്ങനെയെങ്കിലും നമ്മൾ കഴിച്ച് തീർക്കണ്ടേ. അപ്പം അതിൻ്റെ ഒരു പെടാപ്പാടിലായിരുന്നു. അതൊക്കെ അതാ കഴിച്ചിട്ട് മയങ്ങി. ഫ്രണ്ട്സൊക്കെ അങ്ങനെ എല്ലാവരും കിടക്കുകയാണ്. അപ്പോൾ ഈ താത്ത ഇതുവരെ വിസിറ്റിങ്ങിന് വന്നതാണ് കേട്ടോ. അപ്പോൾ പുറത്തൊന്നും പോയിട്ടില്ല, അധികം പോകാറില്ല. ആൾക്ക് ഹസ്ബൻഡിന് ജോലിയും തിരക്കും കടയാണ്. അപ്പോൾ അതുകൊണ്ടൊന്നും പുറത്ത് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു പുറത്ത് പോകാനൊരു അവസരം കിട്ടിയപ്പോൾ ആൾ ഭയങ്കര ഹാപ്പിയിലാണ്. പിന്നെ പാട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് അവരൊക്കെ കൈകൊട്ടുന്നത്. പക്ഷേ പാട്ട് ഞാൻ മ്യൂട്ട് ചെയ്തു. എന്താ വെച്ചാൽ ഇനി എന്തെങ്കിലും കോപ്പിറൈറ്റ് വന്നെങ്കിലോ എന്ന് പറഞ്ഞിട്ട് ആ പാട്ടിനെ ഞാൻ കളഞ്ഞതാട്ടോ. അറബ് നാട്ടിൽ ഇവിടെ ഇന്നും ഞാനുമെത്തിയും അലകടലിനക്കരെയും നാടെനിക്കോരോർമ്മ പൊന്നുവാരി തിരികെയെത്താൻ ഉള്ളിലെൻ്റെ ആശ ചില്ലുപാത്രം പോലെ പൊട്ടി വീണു എന്നീരാശ അറബ് നാട്ടിൽ ഇവിടെ ഇന്നും ഞാനുമെത്തിയും അലകടലിനക്കരെയും നാടെനിക്കോരോർമ്മ പതിവായി ഞാൻ കരമുയർത്തി പടച്ചറ പോടിരന്നേ
പകലും രാവും പ്രയാസപ്പെട്ട് മനസ്സ് പൊട്ടി തകർന്നേ. പതിവായി ഞാൻ കരമുയർത്തി പടച്ചറപ്പോടിരന്നേ. പകലും രാവും പ്രയാസപ്പെട്ട് മനസ്സ് പൊട്ടി തകർന്നേ. ദുരിതത്തിൽ നീർ ചുഴയിൽ നിന്ന് കരകറ്റി താപ്പരനേ. ദയവരുളി ഇഹപരത്തിൽ എനിക്ക് രക്ഷാ തരണേ. നെടുവീർപ്പിൻ്റെ ചുഴലിൽ കാറ്റിൽ ഇടനെഞ്ചകം പുകഞ്ഞേ. ചുടുമിഴി നീരൊലിപ്പിച്ചെൻ്റെ കഥനം റബ്ബോടുരഞ്ഞേ. പതിവായി ഞാൻ കരമുയർത്തി പടച്ചറബോടിരന്നേ. പകലും രാവും പ്രയാസപ്പെട്ട് മനസ്സ് പൊട്ടി തകർന്നേ. നിങ്ങൾ കളി തീർക്കാനുള്ളത് എല്ലാം പുറത്താണ്. ആ അതെ മൊത്തം കളി തീർക്കാം. കളി തീർക്കാം ഇത് കളി തീർക്കാം. ഇല്ല റെഡ് കേട്ടോ റെഡ് ശരിയായി ഇട്ടത്. ആ ശരി എടുക്കാൻ നോക്കണ്ട നടക്കില്ല. പോണില്ല. കേട്ടോ ആ വഴി കളി കഴിഞ്ഞു ഒത്തിരിക്കുന്നത് കുഴപ്പമാണ്. കളി കഴിക്കും ഇപ്പോഴും കളി കഴിക്കാം. അത് എടുക്കാൻ നോക്കണത് എടുക്കാൻ നോക്കണത്. ആ അയ്യാ